പലരും വിശ്വസിക്കുന്നുണ്ട് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും ഭരണത്തിലുള്ളവരെ പുറത്താക്കി കഴിഞ്ഞാൽ കേരളത്തിന് രക്ഷപ്പെടാൻ പറ്റും എന്നൊരു അഭിപ്രായമുണ്ട്. എനിക്ക് ഈ അഭിപ്രായത്തിനോട് ഒരു യോജിപ്പുമില്ല. സത്യം പറഞ്ഞാൽ ഭരണത്തിൽ നിന്ന് പോകുന്നതോടുകൂടി ഇവർ കൂടുതൽ അപകടകാരികളാവുകയാണ് ചെയ്യുക. പ്രതിപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷമാണ് ഇവിടെ നാരേറ്റീവ്സ് ശരിക്കും സൃഷ്ടിക്കുന്നത്. അവർക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഈ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന പൊതുബോധത്തില് വ്യത്യാസം വരികയും അതിനെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ചോദ്യം ചെയ്യുകയും വ്യത്യസ്തമായിട്ടുള്ള നെറേറ്റീവ്സ് സമൂഹത്തിൽ സൃഷ്ടിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് സമൂഹത്തെ നയിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ കേരളത്തിലെ ഭരണമാറ്റം യാതൊരുവിധ ഗുണപരമായിട്ടുള്ള വ്യത്യാസവും ഉണ്ടാക്കുകയില്ല എന്നുള്ളതിൽ ഒരു സംശയമില്ല. മറ്റൊരു കാരണം കൂടി നമുക്കിവിടെ പറയാൻ പറ്റും. ഈ എവല്യൂഷൻ ഓഫ് CPM, ഈ എവല്യൂഷൻ കഴിഞ്ഞ ഒരു 50-60 കൊല്ലം കൊണ്ട് പാർട്ടിക്ക് ഒരു എവല്യൂഷൻ നടക്കുന്നത്. ഈ എവല്യൂഷനെ നമുക്ക് വേണമെങ്കിൽ പ്രീ 90s ആൻഡ് പോസ്റ്റ് 90s എന്ന് പറയാൻ പറ്റും. എന്താണ് ഈ വിഭജനത്തിനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് 90s തുടക്കത്തിലാണ് സോവിയറ്റ് യൂണിയൻ തകർന്നത്. രണ്ടാമത്തത് 90s തന്നെയാണ് ചൈന വ്യത്യസ്തമായിട്ടുള്ള ഒരു പാത തെരഞ്ഞെടുത്തതും അതിനോട് അനുകൂലിച്ച് നിൽക്കണോ വിട്ടു നിൽക്കണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം CPM ഉണ്ടാവുകയും ചെയ്തു. ചൈന ശരിക്കും അതിന് ഒരു 10 വർഷം മുമ്പ് തന്നെ അതിലേക്ക് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 80കളുടെ തുടക്കത്തിൽ ഡെങ് സിയാപിങ് വന്ന മുതൽക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഈ 90s മധ്യത്തോടു കൂടിയാണ് അതുവരെ കേരളത്തിലെ താത്വികമായിട്ടുള്ള ആചാര്യനായിരുന്ന EMS രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുകയും പിണറായിയുടെ യുഗം തുടങ്ങുകയും ചെയ്യുന്നത്. അപ്പൊ ഈ 90s എന്നുള്ളത് മൈൽ സ്റ്റോൺ ആണ്.